സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 135/2023 ആണ്. ഈ പരീക്ഷയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്, ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായിട്ട് ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ്സ് തന്നിരിക്കുന്നത്: 1. തിരുവിതാംകൂറിൽ തൃപ്പടിദാനം നടപ്പിലാക്കി. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ചു. രാജ്യത്തെ കോവിലകത്തും വാതുക്കൾ എന്ന പേരിൽ അനേകം റവന്യൂ യൂണിറ്റുകളായിട്ട് തരംതിരിച്ചു. തിരുവിതാംകൂറിന്റെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇത് മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായിട്ട് ബന്ധമില്ലാത്തത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 3. രാജ്യത്തെ കോവിലകത്തും വാതുക്കൾ എന്ന പേരിൽ അനേകം റവന്യൂ യൂണിറ്റുകളായിട്ട് തരംതിരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായിട്ട് ബന്ധമില്ലാത്തത്. തിരുവിതാംകൂറിൽ തൃപ്പടിദാനം നടപ്പിലാക്കിയതാരാണ്? മാർത്താണ്ഡവർമ്മ. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ചത് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിന്റെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. അടുത്തത്, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നു: ചമ്പാരൻ തീൻ കാത്തിയ സമ്പ്രദായം, ഗേദ നീലദർപ്പൺ, തേബാഗ ബർഖാദർമാർ, തെലങ്കാന തൽവാർ. ഇതിൽ ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ചമ്പാരൻ തീൻ കാത്തിയ സമ്പ്രദായം, അതുപോലെ തേബാഗ ബർഖാദർമാർ. അടുത്തത്, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. ഇന്ത്യക്ക് ഡോമിനിയൻ പദവി അനുവദിച്ചു. ഭരണ വിഷയങ്ങളെ ഫെഡറലിസ്റ്റ്, പ്രൊവിഷണലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചു. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. 2, 3 എന്നിവയാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. ഭരണ വിഷയങ്ങളെ ഫെഡറലിസ്റ്റ്, പ്രൊവിഷണലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചു. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 3. 6 ദിന യുദ്ധമാണ് രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധം ഇല്ലാത്തത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണമല്ലാത്തത് ഏതെല്ലാം? തന്നിരിക്കുന്നു: ബാൽക്കൻ രാജ്യങ്ങളിലെ പ്രതിസന്ധി, ജർമ്മനിയും റഷ്യയും തമ്മിലുള്ള അനാക്രമണ കരാർ, ജർമ്മനിയുടെ വ്യാവസായിക മുന്നേറ്റം, ഇറ്റലിയിൽ ഫാസിസവും ജർമ്മനിയിൽ നാസിസവും വളർന്നു വന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം, 2, 4. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണം അല്ലാത്തത്. അടുത്ത ചോദ്യം, 2023 ജനുവരിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ബ്രസീൽ. ഭൗമാന്തരീക്ഷ പരിണാമ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത് ഏത്? ഭൗമാന്തരീക്ഷ പരിണാമ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, 2, വേർതിരിക്കൽ. അടുത്ത ചോദ്യം, പ്രസ്താവനകൾ പരിശോധിച്ച് താഴെ തന്നിട്ടുള്ള ഉത്തരങ്ങളിൽ നിന്നും ഏറ്റവും ശരിയായത് എഴുതുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്: ഒരു ഭ്രംശതലത്തിലൂടെ ശിലകൾ തെന്നി മാറുന്നതിനാലാണ് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. ആണവ രാസസ്ഫോടനങ്ങൾ മൂലവും ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം എന്താണ്? ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. സമുദ്രതട ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ വായിച്ച് തന്നിട്ടുള്ള ഉത്തരങ്ങളിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസ്താവന 1: വൻകരകളുടെ തീരങ്ങൾക്കും ആഴക്കടൽ തടത്തിനുമിടയിലുള്ള സംക്രമണ മേഖലകളാണ് വൻകര തട്ട്. 2: സമുദ്രാന്തർ പർവ്വതനിരകൾക്കും വൻകരകളുടെ അതിരുകൾക്കുമിടയിലെ വിശാലമായ സമതലങ്ങളാണ് ആഴക്കടൽ സമതലങ്ങൾ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ശരിയല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു: ആഗ്നേയശില ഗ്രാനൈറ്റ്, അവസാദശില ബസാൾട്ട്, കായാന്തരിത ശില മാർബിൾ,
മാഗ്മയും ലാവയും തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകൾ ആഗ്നേയ ശിലകൾ. ഇതിൽ ശരിയല്ലാത്തത്, ജോഡി ശരിയല്ലാത്തത് ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 2. അവസാദ ശില ബസാൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ബസാൾട്ട് ഒരു ആഗ്നേയ ശിലയാണ്. അടുത്ത ചോദ്യം, അപരധന ഭൂരൂപങ്ങളുമായി ബന്ധപ്പെട്ട ജോഡികളാണ് താഴെയുള്ളത്. അവയിൽ ശരിയായ ജോഡി ഏത്? നദികൾ ഗിരികന്ധരം, ഹിമാനികൾ വെള്ളച്ചാട്ടം, കാറ്റ് സിങ്ക് ഹോളുകൾ, ഭൂഗർഭജലം ബർക്കൻസ്. ഇത്രയുമാണ് തന്നിരിക്കുന്നത്. ശരിയായ ജോഡി എന്ന് പറയുന്നത് നദികൾ ഗിരികന്ധരം എന്നതാണ്. അടുത്ത ചോദ്യം, ISROവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ അപഗ്രഥിച്ച് താഴെ തന്നിട്ടുള്ള ഉത്തരങ്ങളിൽ ഏറ്റവും ശരിയായത് എഴുതുക. ISROയുടെ ആസ്ഥാനം ബംഗളൂരുവാണ്. സ്ഥാനനിർണയ ഉപഗ്രഹമാണ് NVS-01. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 2ഉം ശരിയാണ്. ISROയുടെ ആസ്ഥാനം ബംഗളൂരു. സ്ഥാനനിർണയ ഉപഗ്രഹമാണ് NVS-01. നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? നീതി ആയോഗ് നിലവിൽ വന്നത് ജനുവരി 1, 2015. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു? ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ഹാരോൾഡ് ഡോമർ മോഡലാണ്. 2024 ലോക വ്യാപാര സംഘടനയുടെ മിനിസ്റ്റീരിയൽ കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഓപ്ഷൻ ബി ആണ് UAE. 2024 ലോക വ്യാപാര സംഘടനയുടെ മിനിസ്റ്റീരിയൽ കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം UAE. ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹരിത വിപ്ലവം MS സ്വാമിനാഥനാണ്. സപ്തകൃഷി എന്ന പദം ഇന്ത്യയുടെ ഏതുമായിട്ട് ചേർന്നിരിക്കുന്നു? സപ്തകൃഷി 2023-24 ബജറ്റാണ്. 2023-24 ബജറ്റ് സപ്തകൃഷി. 2023 G20 ഉച്ചകോടി ഒഫീഷ്യൽ മീറ്റിംഗ് നടന്നത് കേരളത്തിലെ ഏത് സ്ഥലത്താണ്? 2023 G20 ഉച്ചകോടി ഒഫീഷ്യൽ മീറ്റിംഗ് നടന്നത് എവിടെ വെച്ചാണ്? കുമരകത്താണ്. കുമരകം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത്, ബെറുബാരി കേസിലൂടെ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകം അല്ല എന്ന് പ്രസ്താവിച്ചു. കേന്ദ്ര ഗവൺമെന്റും LICയും തമ്മിലുള്ള കേസിൽ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പ്രഖ്യാപിച്ചു. ആമുഖത്തിൽ ഗാന്ധിജിയുടെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആമുഖം ഒരിക്കൽ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് 3. ആമുഖത്തിൽ ഗാന്ധിജിയുടെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? 1. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റായി 1946 ഡിസംബർ 11 SHC മുഖർജിയെ തെരഞ്ഞെടുത്തു. 2. ഇന്ത്യ വിഭജനത്തിന് ശേഷം 9 വനിതാ അംഗങ്ങളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഫ്ലാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ JB കൃപലാനി ആയിരുന്നു. ഈ സഭയുടെ നിയമോപദേഷ്ടാവ് BN റാവു ആയിരുന്നു. ഭരണഘടനയുടെ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 എന്നിവ ശരിയാണ്. 1, 3, 4 എന്നിവ ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 86ാം ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഈ ഭേദഗതിയിലൂടെ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായി പ്രഖ്യാപിച്ചു. ഈ ഭേദഗതിയിലൂടെ 21A വകുപ്പ് ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തു. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നത് രക്ഷകർത്താക്കളുടെ കടമയായി മാറി. ഈ ഭേദഗതി പാസ്സാക്കിയത് 2014 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം 4. തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. തന്നിരിക്കുന്നു. ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ മനോജ് സോണി. ചെയർമാൻ ഉൾപ്പെടെ ഏതംഗത്തെയും സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. ആദ്യത്തെ വനിതാ ചെയർമാൻ റോസ് മില്ലിനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 315 മുതൽ 323 വരെയുള്ള വകുപ്പുകൾ പബ്ലിക് സർവീസ് കമ്മീഷനുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3, 4 എന്നീ പ്രസ്താവനകൾ ശരിയാണ്. 4 പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഉപദേശാധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത്?
ഉപദേശാധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 143 വകുപ്പ് 143. ഹരിത കേരളം മിഷന്റെ ലക്ഷ്യത്തിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്നു. കേരളത്തിന്റെ ജലസമൃദ്ധിയും ശുചിത്വവും വീണ്ടെടുക്കുക, കേരളത്തിലെ ദരിദ്രർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക, സുരക്ഷിത ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കാലാവസ്ഥ വ്യതിയാനം നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സജ്ജമാക്കുക. ഹരിത കേരളം മിഷന്റെ ലക്ഷ്യത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം 2. കേരളത്തിലെ ദരിദ്രർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നതാണ് ഹരിത കേരളം മിഷന്റെ ലക്ഷ്യത്തിൽ പെടാത്തത്. കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു ദിവസം ലഭിക്കുന്ന കൂലി എത്ര? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവ ഒന്നുമല്ല. എത്രയാണ് രൂപ വരുന്നത്? 346 രൂപയാണ്. 346. അടുത്ത ചോദ്യം. ചേരുംപടി ചേർക്കാനാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളും രാഷ്ട്രങ്ങളുമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. A2 അവശിഷ്ടാധികാരം കാനഡ. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. ആമുഖം അമേരിക്ക. അടിയന്തരാവസ്ഥയുടെ സവിശേഷതകൾ ജർമ്മനി. അടുത്ത ചോദ്യം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽ പെടാത്തത് ഏവ? തന്നിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുക, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുക, സംസ്ഥാന പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കുക, സംസ്ഥാന നിയമനിർമ്മാണ സഭ തെരഞ്ഞെടുപ്പ് നടത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 3, 4. സംസ്ഥാന പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കുക, സംസ്ഥാന നിയമനിർമ്മാണ സഭ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നിവയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽ പെടാത്തത്. അടുത്ത ചോദ്യം. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശാണ്. കേരളത്തിലെ തൊഴിലില്ലായ്മ വേതനം പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏവ? 1982 ഈ പദ്ധതി ആരംഭിച്ചത്. പ്രതിമാസം 120 രൂപയാണ് തൊഴിലില്ലായ്മ വേതനമായിട്ട് സർക്കാർ നൽകുന്നത്. ഈ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ വാർഷിക കുടുംബ വരുമാനം 5 ലക്ഷത്തിൽ കുറവായിരിക്കണം. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 3 ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം. തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നു. കേരള നിയമനിർമ്മാണ സഭാ സ്പീക്കർ MP രാജേഷ്, ലോക്സഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ അനന്തശയനം അയ്യങ്കാർ, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ്, കേന്ദ്രമന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. തെറ്റായിട്ടുള്ള ജോഡി ഓപ്ഷൻ സി ആണ്. എ. നിയമനിർമ്മാണ സഭാ സ്പീക്കർ ആരാണ്? AN ഷംസീർ ആണ്. AN ഷംസീർ. ലോക്സഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ അനന്തശയനം അയ്യങ്കാർ, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ്, കേന്ദ്ര മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളോ സംസ്ഥാന നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങളോ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അവ റദ്ദാക്കാനുള്ള കോടതിയുടെ അധികാരം അറിയപ്പെടുന്നത് എങ്ങനെ? ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളോ സംസ്ഥാന നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങളോ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അവ റദ്ദാക്കാനുള്ള കോടതിയുടെ അധികാരം അറിയപ്പെടുന്നത് പുനരവലോകനാധികാരം, ജുഡീഷ്യൽ റിവ്യൂ. പുനരവലോകന അധികാരം അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ. വിറ്റാമിനുകളും അപര്യാപ്തത രോഗങ്ങളുമാണ് ചുവടെ തന്നിരിക്കുന്നത്. ശരിയായിട്ടുള്ളത് ഏതൊക്കെ? വിറ്റാമിൻ കെ രക്തം കട്ടപിടിക്കാതിരിക്കുക, വിറ്റാമിൻ എ റിക്കറ്റ്സ്, വിറ്റാമിൻ ഇ സ്കർവി, വിറ്റാമിൻ B1 ബെറിബെറി. ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ്. 1, 4 എന്നിവ ശരിയാണ്. വിറ്റാമിൻ കെയുടെ അപര്യാപ്തത മൂലമാണ് രക്തം കട്ടപിടിക്കാതിരിക്കുക. അതുപോലെ വിറ്റാമിൻ B1 അപര്യാപ്തത മൂലമുണ്ടാകുന്നതാണ് ബെറിബെറി. റിക്കറ്റ്സ് ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസിയാണ്? വിറ്റാമിൻ ഡി ആണ്. സ്കർവിയോ? വിറ്റാമിൻ സി ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്നതാണ് സ്കർവി.
കോർപ്പസ് ലൂട്ടിയം സ്രവിക്കുന്ന ഹോർമോൺ ഏത്? കോർപ്പസ് ലൂട്ടിയം സ്രവിക്കുന്ന ഹോർമോൺ. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം, ഏത് പേരിലാണ് ഊഷ്മാവിന്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ജീവികൾ അറിയപ്പെടുന്നത്? യൂറിതെർമൽ. ഏത് പേരിലാണ് ഊഷ്മാവിന്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ജീവികൾ അറിയപ്പെടുന്നത്? യൂറിതെർമൽ. ഫെമർ എന്ന അസ്ഥി കാണപ്പെടുന്ന ശരീരഭാഗം ഏത്? ഫെമർ എവിടെയാണ്? കാലിലാണ്. കാല്. ഏത് രാജ്യത്തിൽ നിന്നാണ് ചീറ്റപ്പുലികളെ 2022 ഇന്ത്യയിൽ കൊണ്ടുവന്നത്? നമീബിയയിൽ നിന്നുമാണ്. നമീബിയ. പൂർണ്ണ ശയ്യാവലംബരെ പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ നടപ്പിലാക്കിയ ധനസഹായ പദ്ധതി ഏത്? ആശ്വാസ കിരണം. താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ സാന്ദ്രതയുടെ SI യൂണിറ്റ്. പ്രകാശ സാന്ദ്രതയുടെ SI യൂണിറ്റ് കാൻഡിലയാണ്. കാൻഡില. പ്രകാശത്തിന്റെ വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്ത പ്രകാരം വിശദീകരിക്കാൻ സാധിക്കാത്ത പ്രകാശ പ്രതിഭാസം ഏതാണ്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. മാധ്യമം ആവശ്യമില്ലാത്ത താപ പ്രസരണ രീതി. വികിരണം. ബഹിരാകാശ പര്യവേഷണത്തെ സഹായിക്കുന്നതിനും ഭൂമിക്കപ്പുറത്ത് ജീവൻ നിലവിലുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുമായി നാസ വികസിപ്പിച്ചെടുത്ത പാമ്പിന്റെ രൂപത്തിലുള്ള റോബോട്ടിന്റെ പേര്? ഈൽസ്. EELS. സബ്ലിമേഷൻ സംഭവിക്കുമ്പോൾ ഖരരൂപം വാതകമായിട്ട് മാറുന്നു. സബ്ലിമേഷൻ സംഭവിക്കുമ്പോൾ ഖരരൂപം വാതകമായിട്ട് മാറുന്നു. വായു നിറച്ച ബലൂൺ വെയിലത്ത് വെക്കുമ്പോൾ പൊട്ടാൻ കാരണമായ വാതക നിയമം ഏത്? ചാൾസ് നിയമമാണ്. വായു നിറച്ച ബലൂൺ വെയിലത്ത് വെക്കുമ്പോൾ പൊട്ടാൻ കാരണമായ വാതക നിയമം ചാൾസ് നിയമം. സംഭരണ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ്. സംഭരണ ബാറ്ററികളിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ്? ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം മീഥേൻ. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഇടപ്പള്ളി. ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി വനിത? KM ദീനാമോൾ. 2023 നിയമസഭാ ലൈബ്രറി അവാർഡ് നേടിയത് ആര്? T പത്മനാഭൻ. പത്മ സുബ്രഹ്മണ്യം ഏത് നൃത്തവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഭരതനാട്യം. ഇനി വരുന്നത് 10 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 51ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി 6. 52 ഓപ്ഷൻ സി. 53 ഓപ്ഷൻ എ. 54 ഓപ്ഷൻ സി. 55 ഓപ്ഷൻ എ. 56 ഓപ്ഷൻ സി. 57 ഓപ്ഷൻ എ. 58 ഓപ്ഷൻ സി. 59 ഓപ്ഷൻ സി. 60 ഓപ്ഷൻ സി. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്. റീഅറേഞ്ച് ദ ജംബിൾഡ് സെന്റൻസ് ഇൻ ദ കറക്റ്റ് ഓർഡർ. തന്നിരിക്കുന്നു. They leave them scattered, that's why so carelessly. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. That's why they leave them scattered so carelessly. Stay on your toes means be alert. Symptomatic of the onset of an attack or a disease is prodromal. Which of the following words are correctly spelled? ഓപ്ഷൻ സി ആണ് 2, 4. 65 change into 65
They rarely speak English. Do they? 66. Change into indirect speech. How delicious it is, he exclaimed. He exclaimed that it was very delicious. A lot of money that's spent on construction. A lot of money is spent on construction. Identify the correct sentence. He visited America last week. UNDAC in the abbreviation of United Nations Disaster Assessment and Coordination. The antonym of facilitate is impede. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ്. പക്ഷിമൃഗാദികൾ എന്ന പദത്തെ ഘടകപദങ്ങളാക്കി വിപുലീകരിക്കുമ്പോൾ പക്ഷിമൃഗം ആദിയായവ. താഴെ തന്നിട്ടുള്ളവയിൽ രൂപം കൊണ്ട് ബഹുവചനമാണെന്ന് തോന്നുമെങ്കിലും ഏകവചനമായ പദം ഏത്? ദ്രോണം. സന്ധി നിയമം പ്രകാരമുള്ള ശരിയായ പദനിര കണ്ടെത്തുക. നിറപറ, എരുതി, ഉരക്കല്ല്. ഭൂമി എന്നർത്ഥം വരുന്ന പദം ഇള. കൂട്ടത്തിൽ പെടാത്ത ജൂഡി ഏത്? ജ്ഞാനം, വിജ്ഞാനം. എറവെള്ളം എറുമ്പിന് സമുദ്രം എന്ന ശൈലിയുടെ അർത്ഥം അല്പവസ്തുക്കളും നിസ്സാരന്മാർക്ക് വലുതായി തോന്നും. ഹെർക്കുലിയൻ ടാസ്ക് എന്നതിന്റെ സമാനമായ പ്രയോഗമാണ് ഭഗീരഥ പ്രയത്നം. പരിണാമത്തെ കുറിക്കുന്ന എന്നതിന്റെ ഒറ്റപ്പദം ഏത്? പാരിമാണികം. 99 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഞായർ എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് ഏത്? സുധാകരൻ. ഇനി വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. എക്സ്പാൻഷൻ ഓഫ് SSD, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. Which symbol is used in Excel to combine test? Ampersand. chmod command in Linux used for change file mode. Which one is not a web browser? Outlook. Which features enables to send same letters to different persons? Mail merge. What features is used in Excel to color text based on its value? Conditional formatting. Which of the following is a type of cyber security? Network security, application security, information security, all of the above. Option D ആണ് ഉത്തരം, all of the above. Expansion of SSL, secure sockets layer. And key in Word application is used to remove the cursor to end of the line. Is to move the cursor to end of the line. Dash feature find the right input for the value we want. Goal seek. Which of the following option is not available in paste special dialog box in Excel? Average. Control plus V shortcut is used in Word for option D ആണ് none of the above. Which symbol is used in Excel formulas for absolute cell row column reference? $sign. Which function key is used to start a presentation from the beginning? F5. Which view in PowerPoint allows you to rearrange and modify the order of your slides? Slide sorter view. What is the expansion of PNG? Portable network graphics. Which of the following is not a section break option? Previous page.
Which of the following is a data manipulation language statement in SQL? Update. Which is not a valid data type in MS Access table? Marker. Portrait and landscape are page orientation. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.